ചേകനൂര് വന്നിട്ട് വാദിച്ചത് എന്താണ്? എല്ലാ മുസ്ലിമീങ്ങളും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണ്. അതിനെന്താണ് തെളിവ്? തെളിവ് ഖുർആൻ. ഖുർആൻ എന്ത് പറഞ്ഞു എന്ന് അയാൾ പറഞ്ഞത്? ഖുർആൻ ആയത്തുള്ളത് തന്നെയാണ്, പക്ഷെ അർത്ഥം വെച്ചത് തെറ്റാണ് എന്ന് മാത്രം. എന്താണ് അദ്ദേഹം ഓതിയത്? ഖുർആൻ പറയുന്നു, ലാ തദ്ഉ മഅല്ലാഹി അഹദാ ഇന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളായി പോയി. എന്തേ? അവര് നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കുന്നു. അവിടെ എല്ലാ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ നമസ്കാരം എത്ര, എപ്പോൾ, എങ്ങനെ. അതിന്റെ പരസ്യം അതിന്റെ ചട്ടക്കൂട്ടിലുണ്ട്, അതിന്റെ ചട്ടപ്പുറത്തുണ്ട്. നമസ്കരിച്ച് നമസ്കരിച്ച് ബുദ്ധിമുട്ടുന്നവർക്കും ബുദ്ധിമുട്ടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം എന്നാണ് ആ പുസ്തകത്തിന്റെ പരസ്യം. അങ്ങനെ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകം ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ പൊക്കിപ്പിടിച്ച് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ മൗലവി ചേകനൂരടക്കം ആ ചേകനൂരിന്റെ അതേ ആശയം ഇപ്പോൾ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൗലവിയുണ്ട്. മൗലവിന്റെ പേരൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഈ അടുത്ത് ഒരു വിവാഹത്തിന് നേതൃത്വം കൊടുത്തു. മൂപ്പര് ഖാദിയാരായതാണ്. എന്നിട്ട് ആര്യ എന്ന് പറയുന്ന ഒരു അമുസ്ലിം പെണ്ണിനെ അദ്ദേഹം നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. ആർക്ക്? ഒരു അമുസ്ലിം പെണ്ണിനെ ഒരു മുസ്ലിം സഹോദരൻ. എന്നിട്ട് അവൻ അതിന് ആയത്തും ഹദീസും ഓതുകയാണ്. ഇന്നാലില്ലാ പരിശുദ്ധ ഖുർആനിൽ ലാ തൻകിഹുൽ മുശ്രിക്കീന എന്നും അതേപോലെ തന്നെ മുശ്രിക്കാത്തിനെ നിങ്ങൾ വിവാഹം കഴിക്കരുതെന്നും പച്ചയായി പറഞ്ഞത് ഖുർആനിലുണ്ട്. പക്ഷെ അതൊന്നും അയാൾക്ക് ബാധകല്ല. അയാൾ പുതിയ മതം ഉണ്ടാക്കുകയാണ്. അതൊക്കെ വളരെ വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ആര്യ അതെ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ ഈ ആര്യയുടെ ഭർത്താവ് കൊണ്ടുപോയി ഇറക്കിക്കൊടുക്കണം. തിരിച്ച് ഇവള് വരുമ്പോൾ അവള് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് കേട്ടുവെക്കാത്തൊന്നും നല്ല സൗഹാർദ്ദ പറയുന്നു. സൗഹാർദ്ദമല്ല, എല്ലാ മതവും പൊളിക്കാനുള്ള പരിപാടിയാണ്. എല്ലാ മതവും ഹിന്ദുക്കൾക്ക് ഹിന്ദുമതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തണം. മുസ്ലിമീങ്ങളത് അതും കല്ലത്താക്കണം. എല്ലാ മതവും പൊളിക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു മൗലവി ഈ അടുത്ത രംഗത്ത് വന്നു. ഏതെല്ലാം സാധനങ്ങളാണ്. വേറൊരു മൗലവി ഈ അടുത്ത രംഗത്ത് വന്നു. അവന്റെ വാദം എന്താണ്? അല്ലാഹു തആലാക്ക് 60 മുഴാണ്. അള്ളാഹുവിന് 60 മുഴം. അതെ, അല്ലാഹു തആല ആദം നബിയുടെ കോലത്തിലാണ്. അതിനും അവൻ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി എന്ന് പറഞ്ഞ് ഹദീസ് ഉദ്ധരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അള്ളാഹു പടച്ചു അലാ സൂറത്തിഹി, ആദം നബിയുടെ രൂപത്തിൽ പഠിച്ചു. ആദം നബിയുടെ രൂപത്തിൽ പഠിച്ചു എന്നാണ്. അതിന് അവൻ അർത്ഥം വെച്ചു അള്ളാഹിന്റെ രൂപത്തിൽ പഠിച്ചു എന്ന് അർത്ഥം വെച്ചു. അപ്പോ അതെ സിത്തൂന ദിറാഅൻ 60 മുഴാണ്. അപ്പൊ അള്ളാഹ്ക്ക് അത് 60 മുഴ നീളം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കോലത്തിലാണ് പഠിച്ചവൻ എന്നവൻ അർത്ഥം വെച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എന്തേ പിന്നെ ആദം നബിയുടെ കോലത്തിൽ പഠിച്ചു എന്ന് പറയേണ്ടതുണ്ടോ? അതിനെ സംബന്ധിച്ച് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിനെപ്പോലുള്ള പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാം. വലിയ വലിയ ഇമാമിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അങ്ങനെ പറയേണ്ടതുണ്ട്. കാരണം എന്നെയും നിങ്ങളെയും പഠിച്ചത് ഈ കോലത്തിലല്ല. എന്നെയും നിങ്ങളെയും പഠിച്ചത് ഈ കോലത്തിലല്ല. ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എനിക്ക് താടിയുണ്ടോ? ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എനിക്ക് പല്ലുണ്ടോ? ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ ഇത്ര നീളമുണ്ടോ? ഇത്ര തടിയുണ്ടോ? ഇത്ര വലിപ്പമുണ്ടോ? എന്നാ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ സൃഷ്ടിപ്പ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഞാൻ വെറും ബീജം മാത്രമായിരുന്നു. ഞാൻ ഘട്ടം ഘട്ടമായി മാറി മാറി വന്നിട്ടാണ് ഈ രൂപത്തിലെത്തിയത്. ആദം നബി അങ്ങനെയല്ല. ആദം നബി പടച്ചത് തന്നെ 60 മുഴം നീളത്തിലുള്ളൊരു ശരീരം ഉണ്ടാക്കിയിട്ടാണ്. മറ്റുള്ള ജനങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ല എന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യമറിയാത്ത ജനങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ആദം നബിയുടെ കോലത്തിലാണ് പടച്ചവൻ എന്ന് വാദിക്കുന്ന ഒരു സാധനം ഈ അടുത്തിറങ്ങിയതുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളിലും അത് ഇറങ്ങിയ ഉടനെ സൂചിപ്പിച്ചിരുന്നു, ഉള്ളാളത്തുനിന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എന്തെല്ലാം പുത്തൻവാദികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇനി ഏതൊക്കെ വരാനുണ്ടോ, എല്ലാ സാധനങ്ങളെയും
അതേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തി ഇവിടെ ഈമാൻ സംരക്ഷിക്കുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ നിർവഹിച്ച ഏറ്റവും ഉന്നതമായ ദൗത്യം. അതോടുകൂടെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും പണ്ഡിതന്മാർ ഇവിടെ പ്രവർത്തിച്ച് എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്തു. ഒരിക്കലും വേറൊരു മതത്തിലെ ജനങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ ആക്ഷേപിച്ച് അവരെ ചീത്ത വിളിച്ച് വർഗീയതയുണ്ടാക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഒരിക്കലും നേതൃത്വം നൽകിയിട്ടില്ല. ഒരിക്കലും ഒരു തീവ്രവാദമോ ഭീകരവാദമോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ആർക്കെങ്കിലും പറയാനുള്ള വകുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളെ അതേ അടിയന്തരാവസ്ഥ കാലത്ത് പിടിച്ച് ജയിലിലിടുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പ്രവർത്തനത്തിന് യാതൊരു പ്രയാസവും അന്നും ഇന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഒരിക്കലും ഒരു തീവ്രവാദ ആശയങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ നയങ്ങളോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നുണ്ടായിട്ടില്ല.